നമ്മൾ ഇന്ത്യക്കാർക്ക് ഭാരതരത്നം പോലെയാണ് പാകിസ്ഥാൻകാർക്ക് നിഷാൻ എ പാകിസ്ഥാൻ. നിഷാൻ എ പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ ഏകദേശാർത്ഥം പാകിസ്ഥാൻ്റെ പ്രതീകം എന്നാണ്. അവിടുത്തെ ഏറ്റവും വലിയ സിവിൽ ബഹുമതിയാണ് ഈ നിഷാൻ എ പാകിസ്ഥാൻ. അപ്പോൾ ഈ ബഹുമതി പാകിസ്ഥാനിലെ പ്രമുഖ വ്യക്തികൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട്. യോഗ്യന്മാരായ ആളുകൾക്ക്, സയൻറ്റിസ്റ്റുകൾക്ക്, അല്ലെങ്കിൽ ഭരണത്തലവന്മാർക്ക്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു ബഹുമതിയാണ്. അപൂർവമായിട്ട് അത് മറ്റ് രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ പണ്ട് മദർ തെരേസയ്ക്ക് കൊടുത്ത പോലെ, അല്ലെങ്കിൽ നെൽസൺ മണ്ടേലയ്ക്ക് കൊടുത്ത പോലെ, മറ്റ് ചില ആളുകൾക്ക് കൊടുത്ത പോലെ, ഈ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കൊടുത്ത പോലെ ഈ ബഹുമതി മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഒരു ഇന്ത്യക്കാരനും ഇത് കിട്ടിയിട്ടുണ്ട്. അത് മൊറാർജി ദേശായിയായിരുന്നു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിക്ക് അന്ന് പാകിസ്ഥാൻ ഭരിച്ചിരുന്ന സൈനിക മേധാവി സിയാവുൾ ഹക്ക് നിഷാൻ എ പാകിസ്ഥാൻ കൊടുത്ത് ആദരിച്ചു. അദ്ദേഹം പാകിസ്ഥാനിൽ പോയോ അത് കൈപ്പറ്റിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോഴത്തേക്കും പുള്ളിക്ക് ഓർമ്മയൊക്കെ മിക്കവാറും നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ബഹുമതി കിട്ടിയാലും മൂപ്പിൽ അറിഞ്ഞു കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ പുള്ളി അത് മിക്കവാറും നിരാകരിക്കാനും സാധ്യതയുണ്ടായിരുന്നു. കാരണം മൊറാർജി ഭായി അങ്ങനെ അവാർഡുകൾക്ക് വേണ്ടി കൈ നീട്ടുന്ന ആളല്ല. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇവിടെ ഈ ഭാരതരത്നവും അതുപോലെ പത്മവിഭൂഷണവും പത്മഭൂഷണവും പത്മശ്രീയൊക്കെ നിർത്തലാക്കിയത്. അങ്ങനെയുള്ള മൊറാർജിക്കാണ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് ഭാരതരത്നം കൊടുത്ത് ആദരിച്ചത്. പാകിസ്ഥാൻ ഗവൺമെൻറ് പരമോന്നത ബഹുമതിയായ നിഷാൻ എ പാകിസ്ഥാൻ കൊടുത്ത് അനാദരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, വെളിവുണ്ടായിരുന്നെങ്കിൽ, സ്ഥിരബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കൈപ്പറ്റുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുവാട്ടെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് രണ്ട് കുളത്ത് ഉണ്ടായിരുന്നു. ഒന്ന്, അതിന് തൊട്ട് മുമ്പാണ് ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാനിലെ വിമത നേതാവായിരുന്ന നമ്മൾ അതിർത്തി ഗാന്ധി എന്ന് വിളിച്ച് ആദരിക്കുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഭാരതരത്നം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തത് പാകിസ്ഥാൻകാർക്ക് ഇഷ്ടമായില്ല. കാരണം സാങ്കേതികമായിട്ടാണെങ്കിൽ പോലും പാകിസ്ഥാൻ പൗരനായ ഗാഫർ ഖാൻ ഇന്ത്യ ഗവൺമെൻറ് ഭാരതരത്നം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഭാരതരത്നം കൊടുത്തു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് പോക്കണം കേടാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു തിരിച്ചടി എന്ന രീതിയിൽ, മധുര പ്രതികാരം എന്ന മട്ടിൽ ഒരാൾക്ക്, ഒരു ഇന്ത്യക്കാരന് ഈ നിഷാൻ എ പാകിസ്ഥാൻ അഥവാ പാകിസ്ഥാൻ്റെ പ്രതീകം എന്ന് പറഞ്ഞാൽ പരമോന്നത ബഹുമതി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് യോഗ്യനായ ഒരാളെ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് എല്ലാ വിധത്തിലും കലിപ്പുള്ള, കോൺഗ്രസിനെ തോൽപ്പിച്ച അധികാരത്തിൽ വന്ന, പണ്ട് കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്ന മൊറാർജി ഭായിയെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചു. മൊറാർജി ആണെങ്കിൽ സിയാവുൾ ഹക്കിന് വ്യക്തിപരമായിട്ടൊരു സഹായം ചെയ്ത ആളാണ്. അതെങ്ങനെ വെച്ചാൽ ഈ നമ്മുടെ ബേനസീർ ഭൂട്ടോയുടെ ബാപ്പ സുൽഫിക്കർ അലി ഭൂട്ടോയെ ഈ സൈനിക ഭരണകൂടം വിചാരണ ചെയ്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തി ലാഹോർ ഹൈക്കോടതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പാകിസ്ഥാൻ സുപ്രീം കോടതി അത് ശരിവെച്ചു. അപ്പോൾ പല രാജ്യങ്ങളും, പല ഭരണത്തലവന്മാരും, ഇവിടുത്തെ തന്നെ പല നേതാക്കന്മാരും അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജിയോട് ആവശ്യപ്പെട്ടു ഈ ഭൂട്ടോയെ കൊല്ലരുത് എന്ന്, പാകിസ്ഥാൻ്റെ മേലെ സമ്മർദ്ദം ചെലുത്തണം എന്ന്. മൊറാർജി വലിയ ധാർമ്മികനാണല്ലോ. പുള്ളി പറഞ്ഞു അത് ഒരു കാരണവശാലും ഞാൻ പറയില്ല, അത് പാകിസ്ഥാൻ്റെ ആഭ്യന്തര കാര്യമാണ് എന്ന്. അങ്ങനെ ഇദ്ദേഹം യാതൊരു കൂസലുമില്ലാതെ സിയാവുൾ ഹക്ക് സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കിലേറ്റി. അപ്പോൾ അന്ന് മുതൽക്ക് സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കുമ്പോൾ എതിര് പറയാതിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താതിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് മൊറാർജി ഭായിയോട് നമ്മുടെ പട്ടാള മേധാവിയായിരുന്ന സിയാവുൾ ഹക്കിന് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ബഹുമതി അദ്ദേഹത്തിന് കൊടുത്ത് ആദരിച്ചത്. ഇപ്പോൾ എന്താണ് ഇത്രയും കഥയും പഴംപുരാണമൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ നിഷാൻ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ബഹുമതിയെക്കുറിച്ച് എനിക്കുള്ള അപരിമിതമായ പരിജ്ഞാനം നിങ്ങളെ അടിച്ചേൽപ്പിച്ച് ഈ നേരത്ത് നിങ്ങളെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടിയിട്ടോ അല്ല. ഇപ്പോൾ ഈ ബഹുമതിക്ക് യോഗ്യനായ ഒരാൾ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതാരാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇടക്കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പുള്ളി സമീപകാലം വരെ വയനാട്ടിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പുൽവാമയിലെ ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായ ചില പരാമർശങ്ങൾ നടത്തിയ ആളാണ് പുള്ളി. ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫെയിലിയർ കൊണ്ടാണ് പാകിസ്ഥാൻകാർ അവിടെ ആക്രമണം നടത്തിയത്. പിന്നെ ഇന്ത്യ ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഇദ്ദേഹം അവിടെ തെളിവ് ചോദിച്ചു. എവിടെ തെളിവ്? ഞങ്ങൾ കണ്ട് വിശ്വസിക്കുള്ളൂ. തെളിവ് ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യാക്രമണം നടത്തിയില്ല എന്ന് ഞാൻ വിചാരിക്കും, എൻ്റെ പാർട്ടിയും വിചാരിക്കും. എന്നെ വിശ്വസിക്കുന്ന ആളുകൾ എല്ലാവരും ആ രീതിയിൽ വിശ്വസിക്കാൻ താല്പര്യപ്പെടും എന്ന് പുള്ളി പറഞ്ഞു. അന്ന് ഇന്ത്യ ഗവൺമെൻറ് തെളിവൊന്നും കൊടുത്തില്ല.
തെളിവൊക്കെ ഉണ്ട്, അത് പിന്നെ തരാമെന്നു. ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചു. പെഹൽഗാമിലെ ആക്രമണം ഉണ്ടായപ്പോൾ ഇത് ഭയങ്കര സെക്യൂരിറ്റി ലാപ്സാണ്, ഇന്ത്യ ഗവൺമെൻറ് ഉത്തരം പറയണം, പ്രത്യേകിച്ച് അമിത്ഷാ രാജിവെക്കണം എന്ന രീതിയിലാണ് ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുമൊക്കെ പ്രതികരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായത്, ഓപ്പറേഷൻ സിന്ദൂർ. ഈ സിന്ദൂർ ഓപ്പറേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടാണോ അവിടെ ആക്രമണം നടത്തിയത് എന്ന് സംശയം ചോദിക്കുക. ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ഒരു ചോദ്യം വളരെ ബോൾഡായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു മഹത്വം. ഈ പട്ടാളക്കാർക്ക് യുദ്ധം ചെയ്തിട്ടുള്ള ശീലമുള്ളൂ. ഇതുപോലെ രാഷ്ട്രീയക്കാർ എഴുതി വിടുന്ന ഗുണ്ടുകൾ തടയാനുള്ള മറ്റേ എയർ ഡിഫൻസ് സിസ്റ്റമൊന്നും അവർക്കില്ല. അതുകൊണ്ട് ഇന്നേ ദിവസം വരെ അതിന് കൃത്യമായിട്ടുള്ള മറുപടി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻകാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ ചോദിക്കണമെന്ന് പാകിസ്ഥാൻകാരും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മറ്റു വിധ്വംസക ശക്തികളും ചോദിക്കാൻ താല്പര്യപ്പെടുന്ന ചോദ്യങ്ങളാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ വിദ്വാൻ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല, അതുകൊണ്ട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ഉന്നയിക്കാം. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവ് ഇതുപോലൊരു ചോദ്യം ഒരു സർക്കാരിനോട് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അവരുടെ കാലത്താണ് ബംഗ്ലാദേശ് യുദ്ധമുണ്ടായത്. ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര അന്തർവാഹിനികൾ നഷ്ടപ്പെട്ടു, എത്ര കപ്പലുകൾ നഷ്ടപ്പെട്ടു. കപ്പൽ ഒരെണ്ണം നഷ്ടപ്പെട്ടത് നമുക്കറിയാം. അത് കൂടാതെ എത്ര നഷ്ടപ്പെട്ടു, ടാങ്കുകൾ എത്ര നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എത്ര സൈനികർക്ക് ജീവഹാനി ഉണ്ടായി എന്നൊന്നും ഒരു പ്രതിപക്ഷക്കാരും ചോദിച്ചില്ല, പത്രക്കാരും ചോദിച്ചില്ല. കാരണം അങ്ങനെ ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി അവരെ പിടിച്ച് നേരെ തന്നെ ജയിലിലടക്കി വരും. ഇത് തന്നെ പിന്നീട് പല സന്ദർഭങ്ങളിലും ആവർത്തിച്ചു. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി ഇന്ത്യ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഇന്ത്യ ശ്രീലങ്കയിലേക്ക് സമാധാന സംരക്ഷണ സേന അയച്ച് IPKF, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്, ഇവരവിടെ സമാധാനം കാത്തു സൂക്ഷിക്കാനാണ് പോയെങ്കിലും പ്രത്യാഘാതം ഭയങ്കരമാണ്. അവിടെയുള്ള തമിഴ് പുലികളുമായിട്ട് ഏറ്റുമുട്ടേണ്ടതായിട്ട് വന്നു. തമിഴ് പുലികൾക്ക് വലിയ ആൾനാശം ഉണ്ടായി. ഇന്ത്യൻ സൈന്യത്തിനും തരക്കേടില്ലാത്ത രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു. ഒരുപാട് ആയുധങ്ങൾ, കവചിത വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതിലുപരി ഒരുപാട് സൈനികർക്ക് ജീവഹാനി ഉണ്ടായി. അതിൻ്റെ ഒരു പ്രതികാരം എന്ന രീതിയിലാണ് ഈ തമിഴ് പുലികൾ എന്ന് പറഞ്ഞ ഭീകരന്മാർ രാജീവ് ഗാന്ധിയെ തന്നെ ബോംബ് വെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അന്നും ഒരു പ്രതിപക്ഷ പാർട്ടിയും കണക്ക് വെച്ചില്ല. അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഭരണം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വന്ന VP സിംഗിൻ്റെ ഗവൺമെൻറ് ഇതിൽ ഒരു ധവളപത്രവും പുറപ്പെടുവിച്ചില്ല. പിന്നീട് വാജ്പേയിയുടെ സമയത്താണ് ഈ കാർഗിൽ നുഴഞ്ഞുകയറ്റമുണ്ടായത്. അന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ കണക്ക് ചോദിച്ചില്ല. എത്ര ആൾ മരിച്ചു, എത്ര ടാങ്ക് നഷ്ടപ്പെട്ടു, ഏതേത് തോക്കുകളാണ് ഉപയോഗിച്ചത്, ഇങ്ങനെയൊന്നും ആരും ചോദിച്ചില്ല. ചോദിക്കുന്ന ഒരു രീതിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഒന്നും ബാധകമല്ല. പുള്ളി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഈ ചോദ്യങ്ങൾ കേട്ട് കോൺഗ്രസ്സുകാർക്ക് തന്നെ തലക്കകത്ത് വെളിവുള്ള ആളുതാമസമുള്ള ഓരോ കോൺഗ്രസ്സുകാരനും അപമാനഭാരം കൊണ്ട് ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. പക്ഷേ ഇത് ആവേശം കൊള്ളിച്ചിട്ടുള്ളൊരു വിഭാഗം നമ്മുടെ മൗദൂദി ചാനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാകിസ്ഥാനോട് അനുഭവം പഠിപ്പിക്കുന്ന ഈ ചാനൽ അവർ അടുപ്പൂട്ടി ചർച്ചയിൽ ഈ വിഷയം തന്നെ പറഞ്ഞു. രാഹുൽ നിർഭയമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ഉത്തരവും പറയാനില്ല, അതാണ് രാഹുലിൻ്റെ വിജയം എന്നിവർ കൊണ്ടാടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യോഗ്യൻ അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതി കൊടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് ഇക്കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം പുള്ളിക്ക് ഈ നിഷാൻ-എ പാകിസ്ഥാൻ എന്ന ബഹുമതി കിട്ടും എന്ന് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മുൻകൂട്ടി ഞാൻ അഭിനന്ദിക്കുന്നു. ഇദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും അത്യാവശ്യം. അവരുള്ളിടത്തോളം കാലം എതിർ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ കുറിച്ച് യാതൊന്നും വ്യാകുലപ്പെടേണ്ടി വരില്ല. ഏതായാലും രാഹുൽജിക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.